നമ്മളിന്ന് MBBS അബ്രോഡുമായി ബന്ധപ്പെട്ട് കാണുന്ന പരസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വേർഡായിരിക്കില്ല സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. സോ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസിന്റെയും പരസ്യങ്ങളിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കും, അല്ലെങ്കിൽ സ്കോളർഷിപ്പോടുകൂടെ ഇവിടെ MBBS പഠിക്കാനായിട്ട് സാധിക്കും എന്ന രീതിയിലുള്ള ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവും അല്ലെ. സോ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് സ്കോളർഷിപ്പിന്റെ മാനദണ്ഡം എന്നുള്ളൊരു കാര്യം നമ്മൾ മെയിൻ ആയിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. സോ നോർമലി സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ആളുടെ ട്യൂഷൻ ഫീസിൽ നിന്നോ അല്ലെങ്കിൽ ലിവിംഗ് കോസ്റ്റിൽ നിന്നോ യൂണിവേഴ്സിറ്റി ആയിട്ട് എന്തെങ്കിലും ഡിഡക്ഷൻസ് കൊടുക്കുന്നുണ്ട് എങ്കിലാണ് അതിനെ നമ്മൾ സ്കോളർഷിപ്പ് എന്ന പേരിൽ വിളിക്കുന്നത്, ശരിയല്ലേ? സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിൽ MBBS പഠിക്കാനായിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഏതെങ്കിലും ഉണ്ടോ, സോ എന്താണ് സ്കോളർഷിപ്പ് കിട്ടാനായിട്ടുള്ള മാനദണ്ഡം എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ കറന്റ്ലി ജോർജിയയിൽ ഏകദേശം 37ഓളം മെഡിക്കൽ കോളേജുകൾ ഉണ്ട്. അതിൽ ഏകദേശം 7ഓളം ഗവൺമെന്റും ഏകദേശം 30ഓളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളാണ് നമുക്കിന്ന് ജോർജിയയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മൾ ജോർജിയ എന്ന് പറയുന്ന ഒരു കൺട്രി എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു എല്ലാ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വളരെ ചുരുക്കം, എനിക്ക് തോന്നുന്നു 1-2 മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് എന്ത് കൊടുക്കുന്നത്, സ്റ്റുഡൻസിന് ട്യൂഷൻ ഫീസിന്റെ ഉള്ളിൽ നിന്ന് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലിവിംഗ് കോസ്റ്റിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഒരു യൂണിവേഴ്സിറ്റീസും സ്റ്റുഡൻസിന് എന്താണ് ലിവിംഗ് കോസ്റ്റിന് വേറെ ഡിഡക്ഷൻസോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ബിക്കോസ് ജോർജിയയെ സംബന്ധിച്ചിട്ട് ജോർജിയയിൽ യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഹോസ്റ്റൽ അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ വളരെ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ ഗവൺമെന്റ് ഹോസ്റ്റൽസ് അവൈലബിൾ ആണെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് എന്താണ് അവരുടെ ഹോസ്റ്റല് ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ഡിഡക്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും നമ്മളിന്ന് കാണുന്ന പരസ്യങ്ങളിൽ എല്ലാവരും എന്ത് പറയുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് കൂടെ പഠിക്കാമെന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒള്ളി അത് നമ്മുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമായി മാത്രം എന്താണ് ഇവര് പറയുന്ന കാര്യങ്ങളാണ്. അതായത് സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീസിനകത്ത് $2000-3000 അഡീഷണൽ ആയിട്ട് കൂട്ടി വെച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു $2000 അല്ലെങ്കിൽ $3000 നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മള് ജോർജിയയിലുള്ള എൻജിയർ കോളേജസ് എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് 50% ഓഫ് എന്താണ് സ്കോളർഷിപ്പ് അവരുടെ യൂണിവേഴ്സിറ്റി ഫീസിനകത്തുനിന്ന് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് BIU ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബത്തൂമി എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ ഒരു യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടായിരിക്കും സ്കോളർഷിപ്പ് കൊടുക്കുന്നത്, വേറെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടായിരിക്കും ഇവർ ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സോ BIU ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ജോർജിയയിൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് റിയൽ ബോഡി, അതായത് കടാവർ കൊടുക്കുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ BIU ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ ജോർജിയയിലുള്ള ബാക്കിയുള്ള ഗവൺമെന്റോ പ്രൈവറ്റോ ആയിട്ടുള്ള ബാക്കിയുള്ള ഏത് യൂണിവേഴ്സിറ്റീസ് എടുത്താലും നമുക്ക് എന്തില്ല, കടാവർ അവിടെ ലഭിക്കുന്നില്ല. ഒള്ളി നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ BIU ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് കടാവർ ലഭിക്കുന്നത്. ഓക്കെ, സോ ഇത്രയേറെ നല്ല ക്ലിനിക്കൽ എക്സ്പ്ലോഷർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 അതായത് 2024 FMGL റിസൾട്ട്, അതായത് നമ്മൾ എന്താണ് വിദേശത്ത് പോയിട്ട് പഠിച്ചിട്ട് ഇന്ത്യയിൽ വന്നിരുന്ന പരീക്ഷയാണല്ലോ നമ്മുടെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ 2024 FMG എക്സാമിന് 63.29% റിസൾട്ട് നേടിയ ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് BIU ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിലുള്ള പല കോളേജുകൾക്കും 20, 25, 30% മാത്രമാണ് എന്തുള്ളത് റിസൾട്ട് ഉള്ളത്. 2024 FMGന്റെ ഓൾ ഇന്ത്യ റിസൾട്ട് എന്ന് പറയുന്നത് 25.09% മാത്രമാണ്. സോ അവിടെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി 63% റിസൾട്ട് നേടിയത് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയേറെ ടോപ്പ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്ത് കൊടുക്കുന്നത്, വിദ്യാർത്ഥികൾക്ക് അവരുടെ ട്യൂഷൻ ഫീസിൽ 50% സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മില് 90% എബോ മാർക്ക് മേടിക്കുകയാണ് എങ്കിൽ നിങ്ങൾ സെക്കൻഡ് സെമ്മിന്റെ ഫീസിന്റെ പകുതി അടച്ചാൽ മതി. ഓക്കെ, സോ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യ ഒഴികെയുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6500 ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി 4800 എന്ത് ചെയ്തേക്കുന്നത് അവർ ഫീസ് നിശ്ചയിക്കുന്നത്. അതായത് $4800 അവർ ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യത്തെ സെമസ്റ്ററിൽ 90% എബോ മാർക്ക് മേടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾ $2400 സ്ഥാനത്ത് $1200 അടച്ചാൽ മതി. മനസ്സിലായോ? ഇനി സെക്കൻഡ് സെമ്മിലും മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തേർഡ് സെമ്മിൽ പകുതി അടച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ, ഈ 90% മാർക്കൊക്കെ എങ്ങനെ മേടിക്കാൻ പറ്റും, ഇത് കൊടുക്കാനും ഇരിക്കാൻ വേണ്ടിയായിരിക്കും ഇത്ര ഉയർന്ന മാർക്കൊക്കെ പറയുന്നതെന്നല്ലേ. നമ്മൾ കഴിഞ്ഞ ഒരു 4 അല്ലെങ്കിൽ 5 വർഷം എടുത്തു കഴിഞ്ഞാൽ എല്ലാ സെമസ്റ്റേഴ്സിലും മിനിമം 40 to 50 സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്കോളർഷിപ്പിന് അർഹമാകുന്നുണ്ട്.
സോ ജോർജിയ പോലൊരു കൺട്രിയിൽ നല്ലൊരു മികച്ച യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടെ പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ചോയ്സ് ആണ് BIU ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിയുടെ ട്യൂഷൻ ഫീസിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഹോസ്റ്റലൈൻ മെസ്സിൽ നിന്നോ ഒക്കെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന ഡിഡക്ഷൻസിനെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ മെരിറ്റ് അടിസ്ഥാനത്തിൽ ആർക്ക് ലഭിക്കുന്ന അവാർഡ്സിനെയൊക്കെയാണ് നമുക്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിധിയിൽ പറയാനായിട്ട് സാധിക്കുക. സോ ഇത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്ന ജോർജിയയിലെ ഒരേ ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് BIU ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി. എനിക്ക് തോന്നുന്നത് ജോർജിയയിൽ മാത്രമല്ല കേട്ടോ. നമ്മളിന്ന് ഇന്ത്യയിൽ നിന്ന് MBBS പഠിക്കാനായിട്ട് വിദേശത്ത് പോകുന്ന കൺട്രീസ് എടുക്കുന്ന സമയത്ത് ലൈക്ക് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, റഷ്യ, മൊൾഡോവ, അർമേനിയ അടക്കമുള്ള കൺട്രീസ് എടുക്കുന്ന സമയത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ രാജ്യവും കൂടെ കോർഡിനേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 5-ൽ കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഈ പറയുന്ന ഒരു ഫെസിലിറ്റീസ് കൊടുക്കുന്നതേ ഇല്ല. ഓക്കെ, അപ്പൊ ജോർജിയയിൽ മികച്ചൊരു യൂണിവേഴ്സിറ്റി, അതായത് പ്രോപ്പർ കടാവർ ലഭിക്കുന്ന, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ള, FMGക്ക് വളരെ നല്ല റിസൾട്ട് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, BIU ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ധൈര്യത്തോടെ തന്നെ ചൂസ് ചെയ്യാം.